പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. മിർസാഫ് സുലിയോൻ സക്രിയ. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് മെട്രോ സ്റ്റേഷൻ കേട്ടോ. മെട്രോ സ്റ്റേഷനിൽ നിന്നും സത്യസായി ആശുപത്രിക്ക് ഫുൾ ടൈം ട്രെയിൻ ഇട്ടുണ്ടോ. ഏത് സമയമുണ്ട്, സിമ്പിളാണ്. അതിൽ പോകാൻ ഏറ്റവും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബസ്സാകുമ്പോൾ ഇത്രയും വലിയ സിറ്റി ആയതുകൊണ്ട് എപ്പോഴും ട്രാഫിക് ജാം വരും. രാവിലെ ഉണ്ടാവില്ല, അപ്പോൾ ഇത്തിരി ടൈം പോവും. ഇതാകുമ്പോൾ പിന്നെ ആ പ്രശ്നമല്ല. ഇത് 2 മെട്രോ ട്രെയിൻ ടിക്കറ്റാണ് കേട്ടോ. ഇത് ബാംഗ്ലൂർ മെജസ്റ്റിക്കിൽ നിന്നും വൈറ്റ്ഫീൽഡ് ബാംഗ്ലൂർ സത്യസായി ആശുപത്രി വരെ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് നമ്മൾ ചെറിയ ഗേറ്റ് ഓപ്പണായി നമുക്ക് അകത്തേക്ക് പോകണമെങ്കിൽ ഈ ടിക്കറ്റ് അവിടെ പതിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇറങ്ങി വരണമെങ്കിൽ ആ ചെറിയ ഹോൾസിൽ ഈ ടിക്കറ്റ് ഇടണം, എന്നാലേ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ടിക്കറ്റ് ഭദ്രമായി സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. തൊട്ട മുകളിൽ കൂടിയാണ് ഇപ്പോൾ മെട്രോ ട്രെയിൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് സത്യസായി ആശുപത്രി. അപ്പോൾ നമ്മൾ സത്യസായി ഹോസ്പിറ്റലിൻ്റെ ഏകദേശം ഫ്രണ്ടിലായിട്ടുണ്ട്. കണ്ടോ, മുകളിൽ കൂടിയാണ് മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് വരെ ഇപ്പോൾ തിരക്ക് കണ്ടത്, വാഹനങ്ങളുടെ തിരക്ക്. അപ്പോൾ നമ്മൾ ആശുപത്രിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-2 കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അവിടെയൊക്കെ ഉണ്ട്, അതാണ് നോക്കേണ്ടത്. വിശദമായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഇത് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മളെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ്. അതിന് വ്യക്തമായ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെ നമുക്ക് വിളിക്കാം. നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളിയാണെങ്കിൽ അവർ മലയാളത്തിൽ തിരിച്ചു വിളിക്കും കുറച്ച് സമയം കൊണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നമുക്കൊരു ഡേറ്റ് തരും, തൊട്ടടുത്ത ഡേറ്റ് തന്നെ തരും. അപ്പോൾ ആ ഡേറ്റ് പ്രകാരം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ഫ്രണ്ടിൽ 2 ലൈനാണുള്ളത്. ഒന്ന് നമ്മൾ ബുക്ക് ചെയ്തവർക്കുള്ളതും ഒന്ന് അല്ലാത്തവർക്കുള്ളതും. അപ്പോൾ ബുക്ക് ചെയ്തവരെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തവരെ ആദ്യം തന്നെ അകത്തോട്ട് പ്രവേശിപ്പിക്കും. അതിൽ 2 പേരാണ്, ഒന്ന് അറ്റൻഡറും ഒന്ന് രോഗിയും. അപ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ ഒരു തിരിച്ചറിയൽ രേഖയാണ് 2 പേരുടേതും, അതുമാത്രം. പിന്നെ രോഗിയുടെ പഴയ ട്രീറ്റ്മെൻറ്റ് റിപ്പോർട്ട്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അവർ കയറ്റിവിടുക. ഇത് മെട്രോ സ്റ്റേഷനാണ്. സത്യസായി ആശുപത്രിയുടെ തൊട്ട് മുന്നിലാണ് സ്റ്റേഷനുള്ളത്. ഇപ്പുറ സൈഡ് കാണുന്നത് ആശുപത്രി മതിലാണ്. സത്യസായി ആശുപത്രി ജനറൽ, അത് ജനറൽ ആശുപത്രിയും അവരുടെ മെയിൻ ഹോസ്പിറ്റലും ഒരുമിച്ചാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ ഇത് ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജർ മെഡിക്കൽ സയൻസ്. ഇത് മെഡിക്കൽ സയൻസ്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജനറൽ. അപ്പോൾ അവിടെയാണ് ഈ മെട്രോ ട്രെയിനിൻ്റെ മെയിൻ സ്റ്റോപ്പ് ഉള്ളത്, മെട്രോ സ്റ്റേഷൻ. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഇല്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും അകത്ത് പാടില്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ സത്യസായിയുടെ രൂപങ്ങളും മറ്റുള്ള കുറേ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല. അത് അവരുടെ നിബന്ധനകളാണ്. ഇത് ആശുപത്രി, മനോഹരമായൊരു ആശുപത്രി, ഇത് ഹോസ്പിറ്റലാണോ എന്താ കൊട്ടാരമാണോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതവിടെ വന്നവർക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടിയിട്ട് മെജസ്റ്റിക്കിൽ നിന്ന് 2 തരത്തിലുള്ള ബസ്സുണ്ട്. ഒന്ന് AC ബസ്, സാധാരണ ഓർഡിനറി ബസ്. അപ്പോൾ AC ബസ്സിന് 50 രൂപയാണ് തോന്നുന്നു, സാധാ ബസ്സിന് 25 രൂപയാണ്. അതിന് ഓരോ നമ്പറുണ്ട്. അത് നമ്മൾ മെജസ്റ്റിക്കിൽ ആരോട് ചോദിച്ചാലും, ഒരു കണ്ടക്ടറോടോ ഡ്രൈവറോടോ ചോദിച്ചാൽ സത്യസായി ആശുപത്രി ബസ് നമ്പർ, പ്ലാറ്റ്ഫോം, അവർ 3 നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരും. ഇതവർ ബസ് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ബസ് വരുന്നത് AC ബസ്സാണ്. നമുക്ക് തൊട്ട് മുന്നിൽ ഇതേപോലെ തന്നെ ബസ്സിൽ കയറി പോകാൻ പറ്റും. പുതുതായി വരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടോ ടെൻഷനോ ഒന്നും ആവശ്യമില്ല. ഇതാണ് മെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചതാണ്, അതൊന്നുകൂടിയും കാണിക്കുന്നുണ്ട്. അവിടെ എല്ലാ സർജറികൾ എന്തൊക്കെയാണ്, ഇത് ഇംഗ്ലീഷിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കർണാടകയിലും എഴുതിയിട്ടുണ്ട്. നമ്മളെ രോഗികളുടെ എന്ത് രോഗമാണ് അവിടെ ട്രീറ്റ്മെൻറ്റിന് കിട്ടുക, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മനോഹരമായ ഒരു ഗാർഡൻ സംവിധാനം ആണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയാണ്, മനോഹരമായ കെട്ടിടമാണ്. അതേപോലെ അവിടെ സത്യസായി പ്രവർത്തകരൊക്കെ, സേവാ പ്രവർത്തകർ നമുക്ക് വേണ്ട ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരും. ക്ലോക്ക് റൂമുണ്ട്, നമുക്ക് ബാഗ് കാര്യങ്ങൾ വെക്കാൻ. അതേപോലെ തന്നെ ബാത്റൂം സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ബേക്കറി ഉണ്ട് ഉള്ളിൽ. അതുപോലെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ ഭക്ഷണത്തിനൊക്കെ വളരെ വില കുറവ്, 20 രൂപക്കൊക്കെ നമുക്ക് രാവിലെ ചായ, ഇഡ്ഡലി, അതുപോലെ തന്നെ ഉപ്മാവ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും. അതൊക്കെ വളരെ എന്താ പറയുക, ഒരു ഉപകാരപ്രദമായ കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ 1 രൂപ ടോക്കൺ ഫീസ് ഇതിനകത്ത് വേണ്ട. നമ്മൾ എവിടെയും കാണാത്ത ഒരു സംവിധാനമാണത്. അതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ രോഗിയെ അവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറികൾ ആജീവനാന്തം അവർ നമ്മളെ
നോക്കും ട്രീറ്റ്മെൻറ്റ്. വർഷം MRI ചെക്കപ്പ് ഫ്രീ ആണ്. അതിൻ്റെ മെഡിസിൻ ഇഞ്ചക്ഷൻ അതൊക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഒരു വർഷത്തെ കഴിഞ്ഞ് 2ാമത്തെ വർഷം നമുക്ക് വീണ്ടും അവിടെ അതേ ഡേറ്റിൽ ട്രീറ്റ്മെൻറ്റിന് ഒരു ചെക്കപ്പിന് എത്തണം. അപ്പോൾ MRI അതേപോലെ നോക്കും. ഞാനിപ്പോൾ തുടർച്ചയായിട്ട് 8 വർഷമായി. ആ കാണുന്ന എൻ്റെ മോനാണ്. 8 വർഷം മുമ്പ് എൻ്റെ മോൻ്റെ ഒരു ബ്രെയിൻ ട്യൂമർ സർജറി അവിടെ നിന്നും കഴിഞ്ഞതാണ്. അപ്പോൾ അതിനോടനുബന്ധമായിട്ടാണ് ഞാൻ വർഷം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതും ട്രീറ്റ്മെൻറ്റിനായിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഹോസ്പിറ്റലൊന്നും നമുക്ക് എന്തുകൊണ്ടും അത്രയും എല്ലാം കൊണ്ടും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും സർജറിയുടെ കാര്യത്തിൽ 100% സേഫ്റ്റിയാണ്. അത്ര രീതിയിലാണ് അവിടുത്തെ തീരുമാനങ്ങളും അവിടുത്തെ സർജറികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. റെക്കമെൻഡേഷൻ യാതൊന്നും അവിടെ നടക്കില്ല. ഒരു തരത്തിലുള്ള ആളൊക്കെ ഉണ്ട്. നമ്മൾ ആരെക്കൊണ്ടും വിളിച്ചു പറയിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ശ്രമിച്ചിട്ടോ ഒരു കാര്യമില്ല. അത് കറക്റ്റ് രീതിയിൽ കൂടി മാത്രമേ സത്യസായി ആശുപത്രിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നമുക്ക് ഒരാളെ കൊണ്ടുപോയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടാനോ തിരിച്ചിറക്കി കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല. ഒക്കെ കറക്റ്റായിരിക്കണം. വേറെ ഒന്നുമില്ല. അത്രമാത്രമാണ് നമുക്ക് സത്യസായി ആശുപത്രിയിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഒന്നവിടെ എത്തിപ്പെടേണ്ടത് എങ്ങനെയാണ്, പിന്നെ അവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, അവിടെ എന്തൊക്കെയാണ് വേണ്ടത്, അതുമാത്രം. ഇതൊരു വലിയൊരു സംഭവമല്ല, നിസ്സാരമായ സംഭവമാണ്. ആദ്യം പലരും എന്നെ വിളിക്കലുണ്ട്. ഇപ്പോഴും എന്നെ പലരും വിളിക്കലുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞങ്ങൾക്ക് അവിടെ കാണണം, എൻ്റെ മോനെ കാണിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരെ കാണിക്കണം, എൻ്റെ ഉപ്പാനെ കാണിക്കണം, എന്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന ആരാണെങ്കിലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനിയും സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഒരു സർജറിക്ക് നിസ്സാര ഒരു ചെറിയ സർജറിക്ക് പോകുമ്പോൾ എത്രമാത്രം പണം നമുക്ക് വേണം, എത്രമാത്രം. ഇത് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ സത്യസായി ആശുപത്രിയിൽ എത്തുക, അതാണ് മെയിൻ. എവിടെ നിന്നാണെങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നുണ്ട്. നമ്മൾ രാവിലെ കഴിയുന്നത് 5 മണിക്ക് എത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെയാണെങ്കിൽ MRI കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റും. ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഇതുപോലുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇരിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഇതിപ്പോൾ അവരൊരു ചെക്കപ്പ് കഴിഞ്ഞിരിക്കുകയായിരിക്കും, MRI എടുക്കും, അതേപോലെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് അപ്പം തന്നെ നമുക്ക് ഡോക്ടർമാരെ കാണാൻ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, യാതൊരു പ്രശ്നവുമില്ല. അത് അവർ അപ്പോൾ പക്ഷേ അതൊക്കെ അതിൻ്റെ റിക്കാർഡിക്കലായിട്ട് നമുക്കൊരു നമ്പർ, ഒരു ബാർകോഡ് കിട്ടും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ കൂടിയാണ് നീങ്ങുക. അതുപോലെ തന്നെ അവിടെ ക്യാൻറ്റീനിൽ ഇപ്പോൾ ഇത് 20 രൂപയുടെ ഒരു ഭക്ഷണമാണ്. അത്രയും വലിയ 2 ഇഡ്ഡലി, പിന്നെ അതിൽ കുരുമുളകാണ് കാണുന്നത്, കുരുമുളക് ചട്നി, അതേപോലെ തന്നെ ഇതിൽ മറ്റുള്ള സംഭവങ്ങൾ നെയ്യൊക്കെ ചേർത്തിട്ടായി വെറും 20 രൂപ ഒരു പ്ലേറ്റിന്. അതുപോലെ തന്നെ 2 ചപ്പാത്തി, മറ്റുള്ള സംവിധാനം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് അധികം പൈസയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് എത്തേണ്ട ബാംഗ്ലൂർ സത്യസായി ആശുപത്രിയിൽ എത്തേണ്ട ബസ് കൂലി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്നാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ ചെല്ലുന്ന ബസ് ചെല്ലുക സാറ്റലൈറ്റിലാണ്, മെജസ്റ്റിക്കിലല്ല. അവിടുന്ന് നമ്മൾ 10-12 രൂപ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മെജസ്റ്റിക്കിലേക്ക് പോകണം. മെജസ്റ്റിക്കിൽ ചെന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് സത്യസായി ബസ്സിലാണെങ്കിൽ ബസ്സിൽ, ഇനി വാഹനങ്ങളുള്ളവർക്ക് വാഹനങ്ങളിലും പോരട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.